ഹായ് സ്റ്റുഡൻസ്, നമ്മളിപ്പം കോമ്പൗണ്ട്സ് ഓഫ് കാർബൺ കണ്ടെയ്നിങ് ഹാലജൻസ് എന്ന് പറയുന്ന 25th ചാപ്റ്റർ ആയിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. സോ അതില് നമ്മൾ ലാസ്റ്റ് ആയിട്ട് പഠിച്ചത് അയഡോഫോം ആണ്. അതായത് സം യൂസ്ഫുൾ പോളി ഹാലജൻ കോമ്പൗണ്ട്സിനകത്ത് ക്ലോറോഫോം നമ്മൾ പഠിച്ചു, അതിന്റെ പ്രിപ്പറേഷൻ പഠിച്ചു. നെക്സ്റ്റ് ആയിട്ട് നമ്മൾ പഠിച്ചത് അയഡോഫോം ആണ്. സോ അയഡോഫോം എന്താണ്? ഒരു പെയിൽ യെല്ലോ സോൾട്ട് ആണ്. അതിന്റെ ഒരു ഡിസ്റ്റിങ് ആയിട്ട് അതിന്റെ തന്നെ ഒരു വ്യത്യസ്തമായ ഒരു സ്മെല്ലുണ്ട്. ട്രൈ അയഡോ മീഥെയിൻ ആണ് അയഡോഫോമിന്റെ IUPAC നെയിം. നമ്മൾ എങ്ങനെയാണ് അയഡോഫോം പ്രിപ്പയർ ചെയ്യാം? എഥനോളിൽ നിന്നാണ് നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റുക. എഥനോളും സോഡിയം ഹൈഡ്രോക്സൈഡും കൂടി നമ്മൾ റിയാക്ട് ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ, 3 അയഡൈഡും കൂടി നമ്മൾ റിയാക്ട് ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? അയഡോഫോം പ്രിപ്പയർ ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് അതിനകത്ത് നിന്ന് NaIയും 3H2 ആയിട്ട് നമുക്ക് ബൈ പ്രൊഡക്ട്സും കിട്ടും. അയഡോഫോമും നമുക്ക് അതേപോലെ തന്നെ CH3CONA അതാണ് നമുക്ക് ബൈ പ്രൊഡക്ട്സ് ആയിട്ട് കിട്ടുന്നത്. അയഡോഫോം നമുക്ക് അതിനകത്ത് നിന്ന് എന്ത് ചെയ്യാൻ പറ്റും? പ്രിപ്പയർ ചെയ്യാൻ പറ്റും. സോ CH3 ആണ് അയഡോഫോം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ അസറ്റോണിനകത്തും ഇതിപ്പോ നമ്മൾ എഥനോളിനകത്ത് നിന്നുള്ളത് പോലെ തന്നെ അസറ്റോണിനകത്ത് നിന്ന് നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. CH3CO CH3+3I2+4NaOH. ആ ഒരു എഥനോൾ മാറി അസറ്റോൺ ആവുന്നതേ ഉള്ളൂ. അപ്പോഴും നമുക്ക് എന്ത് കിട്ടും? അയഡോഫോം CHI3 കിട്ടും. പിന്നെ CH3COONA ആയിരുന്നു, ഇവിടെ CH3CONA ആണ് ഉണ്ടാവുന്നത്. അതേപോലെ 3NaI+3H2O. അപ്പൊ അങ്ങനെ നമുക്ക് എന്ത് കിട്ടാം? അയഡോഫോം നമുക്ക് അതിനകത്ത് പ്രിപ്പയർ ചെയ്യാം. നെക്സ്റ്റ് ഒരു കോമ്പൗണ്ട് ആണ് നമ്മളിപ്പോ പറഞ്ഞ പോളി ഹാലജൻ കോമ്പൗണ്ട്സിനകത്തുള്ള വേറൊരു കോമ്പൗണ്ട് ആണ് DDT. നമ്മൾ കുഞ്ഞിലോട്ട് കേട്ടിട്ടുണ്ടാവും DDT എന്ന് പറയുന്നത്. നമ്മൾ പൗഡർ ആയിട്ടും അങ്ങനെയൊക്കെ നമ്മൾ DDT പൗഡർ അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ടാവും. ഓക്കെ, ഈ കൊതുകിനെ ഒക്കെ തടയാൻ വേണ്ടിയിട്ട് നമ്മൾ ഇടുന്ന ഒരു പൊടിയാണ് DDT എന്ന് പറയുന്നത്. സോ ഡൈക്ലോറോ ഡൈഫീനൈൽ ട്രൈക്ലോറോ ഈഥൈൽ, അതാണ് DDT എന്ന് പറയുന്നത്. ഡൈക്ലോറോ ഡൈഫീനൈൽ അതാണ് അടുത്ത ഡി. ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ട്രൈക്ലോറോ ഈഥീൻ, അതാണ് DDT എന്ന് പറയുന്നത്. കെമിക്കൽ നെയിം തന്നെ നമ്മൾ അതിന്റെ ഷോർട്ട് ഫോം ആക്കി പറയുന്നതേ ഉള്ളൂ. ഓക്കെ, സോ പൗഡർ ആയിട്ടോ എയറോസോൾ ആയിട്ടോ ഗ്രാനുൾസ് ആയിട്ടോ ഒക്കെ നമുക്ക് അത് കിട്ടും. അതുപോലെ തന്നെ എന്തൊക്കെയാണ് എന്റെ യൂസസ്? മൊസ്കിറ്റോ ബോൺ മലേറിയ, മൊസ്കിറ്റോയിൽ നിന്ന് പകരുന്ന മലേറിയ തടയാൻ വേണ്ടിയിട്ടാണ് DDT മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ അഗ്രികൾച്ചറൽ ഇൻസെക്ടിസൈഡ് ആയിട്ട് ഈ കൃഷിയൊക്കെ നശിപ്പിക്കുന്ന ഇൻസെക്ട്സിനെ തടയാൻ വേണ്ടി DDT യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ യൂസ് ഓഫ് DDT ഹാസ് ബിൻ ബാൻഡ് ഇൻ മെനി കൺട്രീസ് ബിക്കോസ് ബീങ് നോൺ ബയോഡിഗ്രേഡബിൾ ഇറ്റ് അക്യുമുലേറ്റ്സ് ഇൻ എൻവയോൺമെന്റ്. DDT ഇപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? പല കൺട്രീസിലും യൂസ് ചെയ്യത്തില്ല, അത് ബാൻ ചെയ്തു, നിരോധിച്ചു. എന്തുകൊണ്ടാണ് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നോൺ ബയോഡിഗ്രേഡബിൾ ആണ്. അതായത് തന്നെത്താനെ എന്ത് ചെയ്യല്ല, ജീർണിച്ച് മണ്ണിൽ അലിഞ്ഞു ചേരുന്ന ഒരു കോമ്പണന്റ് അല്ല. DDT മണ്ണിലോട്ട് വീണ് കഴിഞ്ഞാൽ അത് മണ്ണിൽ തന്നെ കിടക്കും, കാലങ്ങളോളം അതവിടെ കിടക്കും, നശിക്കാതെ മണ്ണിൽ തന്നെ അതൊരു എന്താണ്, ഒരു കോമ്പൗണ്ട് ആയിട്ട് അവിടെ കിടക്കും. അപ്പൊ എന്താണ്, പ്രകൃതിയിൽ തന്നെ അത് അക്യുമുലേറ്റ് ചെയ്യും. അപ്പം ഇറ്റ് ഈസ് ടോക്സിക് ടു അതർ ലിവിങ് ഓർഗാനിസംസ് സച്ച് എസ് മാമൽസ്, ബേർഡ്സ്, ഫിഷസ്. അങ്ങനെ എന്താണ്, മനുഷ്യർക്കോ ബേർഡ്സിനോ അതേപോലെ തന്നെ എന്താണ് മറ്റ് മാമൽസ് ആയിട്ടുള്ള ഡോൾഫിൻസ് അങ്ങനെ ഒരുപാട് ഉണ്ടല്ലോ. അങ്ങനെ എല്ലാ ബേർഡ്സിനും ഫിഷസിനും ആനിമൽസിനും ഒക്കെ എന്താണ്, അത് ടോക്സിക് ആണ്. കാരണം ഈ മണ്ണിൽ കിടക്കുന്നതുകൊണ്ട് അത് കൺസ്യൂം ചെയ്യുന്ന ഏത് മനുഷ്യനാണേലും അല്ലെങ്കിൽ ആനിമൽ ആണേലും എന്താണ്, അതിന് ഈ DDT എന്ന് പറയുന്നത് ഭയങ്കര ഹാർംഫുൾ ആയിട്ടുള്ള ഒരു സബ്സ്റ്റൻസ് ആണ്. അപ്പൊ അത് മോസ്കിറ്റോ ബോൺ മലേറിയ ഒക്കെ തടയാൻ നല്ലതാണ്. അതേപോലെ ഇൻസെക്ടിസൈഡ് ആണ് എന്നുണ്ടെങ്കിലും ബാക്കിയുള്ള ജീവിജാലങ്ങൾക്കൊക്കെ എന്താണ്, അത് വളരെ ദോഷകരമായ ഒരു കോമ്പൗണ്ട്. അപ്പൊ അത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനായിട്ടുള്ളത്. സോ കോമ്പൗണ്ട്സ് ഓഫ് കാർബൺ കണ്ടെയ്നിങ് ഹാലജൻസ് പറയുന്ന ചാപ്റ്റർ. അപ്പൊ എന്റെ നോമൻക്ലേച്ചർ ഉണ്ട്, പ്രിപ്പറേഷൻ ഉണ്ട്, ഫിസിക്കൽ പ്രോപ്പർട്ടീസ്, കെമിക്കൽ പ്രോപ്പർട്ടീസ്, പിന്നെ അതിനകത്ത് തന്നെ നെയിംഡ് റിയാക്ഷൻസ്. പിന്നെ നമുക്ക് എന്താണ് അതിനകത്ത് പഠിക്കാനുള്ളത്? ഇതുപോലെ തന്നെ യൂസസ് ആണ്, കുറച്ച് യൂസസ്. അല്ലെങ്കിൽ പിന്നെ ഒരു ക്വാളിറ്റി ടെസ്റ്റ് അല്ലെ, ഡിസ്റ്റിങ്വിഷിംഗ് ടെസ്റ്റ്, അതും അതേപോലെ തന്നെ യൂസസ് അല്ലെങ്കിൽ യൂസ്ഫുൾ പോളിഹാലജൻ കോമ്പൗണ്ട്സ്, ക്ലോറോഫോം, അയഡോഫോം, DDT. ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്റർ അതിൽ പഠിക്കാനായിട്ടുള്ളത്. നെക്സ്റ്റ് ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളതാണ് 26th ചാപ്റ്റർ ആയിട്ടുള്ള ആൽക്കഹോൾസ്, ഫീനോൾസ് ആൻഡ് ഈതേഴ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ. സോ ആൽക്കഹോൾസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ ബേസിക്കലി എപ്പോഴും അറിയാം, OH ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്യുന്ന കോമ്പൗണ്ട്സിനാണ് നമ്മൾ ആൽക്കഹോൾസ് നോക്കുന്നത്. ഹൈഡ്രോക്സിൽ, അതാണ് OH എന്ന് പറയുന്നത്. ആ ഹൈഡ്രോക്സിൽ ഡെറിവേറ്റീവ്സ് ഓഫ് ആൽക്കെയിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് ആൽക്കഹോൾസ് എന്ന് പറയുന്നത്. സോ ആൽക്കെയിനകത്തില് OH ഗ്രൂപ്പ് ചേർന്ന് വരുന്ന ഹൈഡ്രോ കാർബൺസ്. അപ്പൊ എന്താണ്, ഹൈഡ്രോക്സിൽ ഡെറിവേറ്റീവ്സ് ഓഫ് ആൽക്കെയിനെയാണ് നമ്മൾ ആൽക്കഹോൾസ് എന്ന് പറയുന്നത്. നമ്മൾ ടെറിഷറി, സെക്കൻഡറി, പ്രൈമറി, സെക്കൻഡറി, ടെറിഷറി, അങ്ങനെ നമുക്ക് എന്താണ്, വൺ മോളിൽ ഡിഗ്രി ഇട്ട് കഴിഞ്ഞാൽ എന്താണ്, അത് പ്രൈമറി ആണ്. 2 മോൾ ഡിഗ്രി ഇട്ട് അത് സെക്കൻഡറി ആണ്. 3 മോൾ ഡിഗ്രി ഇട്ട് കഴിഞ്ഞാൽ ടെറിഷറി ആണ്. അപ്പൊ അങ്ങനെ ആൽക്കഹോളിനെ നമുക്ക് എങ്ങനെയൊക്കെ ഡിവൈഡ് ചെയ്യാൻ പറ്റും? പ്രൈമറി ആൽക്കഹോൾ, സെക്കൻഡറി ആൽക്കഹോൾ, ടെറിഷറി ആൽക്കഹോൾ. അപ്പൊ എന്താ അതിനകത്തുള്ള ഡിഫറൻസ് വന്നിരിക്കുന്നത് നോക്കിയാലോ? ഫസ്റ്റ് പ്രൈമറി ആൽക്കഹോൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് മനസ്സിലാവാം? അതിനകത്തില് ലൈക്ക് ആ ഹൈഡ്രജന്റെ നമ്പറിന് വ്യത്യാസം വരുന്നുണ്ട് അല്ലെ? അപ്പൊ എന്താണ്,
ഏതൊക്കെ ലൈക്ക് എത്ര ഹൈഡ്രജൻ മാറിയിട്ട് അവിടെ എന്താണ് അവിടെ എല്ലാം ഓരോരോ എന്താണ് ആൽക്കെയിൻ ഗ്രൂപ്പുകളാണ് അവിടെ വരുന്നത്. അപ്പൊ അതാണ് ഓരോ പ്രൈമറി ടെറിഷറി സെക്കൻഡറി തമ്മിലുള്ള വ്യത്യാസം വരുന്നത്. ഫസ്റ്റിനകത്ത് നോക്കിയാൽ ഒരു ആർ ഗ്രൂപ്പ് അല്ലെങ്കിൽ ഒരു ആൽക്കെയിൻ ഗ്രൂപ്പ് പിന്നെ രണ്ട് ഹൈഡ്രജൻ പിന്നെ ഒരു OH ചേർന്നു. സെക്കൻഡ് വന്നപ്പോൾ രണ്ട് ആൽക്കെയിൻ ഗ്രൂപ്പ് പിന്നെന്താണ് ഒരു ഹൈഡ്രജൻ ഒരു OH ഗ്രൂപ്പ്. മൂന്നാമത്തേതല്ലോ ഹൈഡ്രജൻ തന്നെ ഇല്ല, ബാക്കി മൂന്നും ആൽക്കെയിൻ ഗ്രൂപ്പാണ്, പിന്നെന്താണ് ഒരു OH ഗ്രൂപ്പ് അല്ലെങ്കിൽ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പാണ് വന്നിരിക്കുന്നത്. അപ്പൊ അതാണ് പ്രൈമറി ആൽക്കഹോൾ സെക്കൻഡറി ആൽക്കഹോൾ ടെറിഷറി ആൽക്കഹോൾ തമ്മിലുള്ള വ്യത്യാസം. അപ്പൊ OH ഗ്രൂപ്പ് എപ്പോഴും എന്താണ് sp3 ഹൈബ്രിഡൈസ്ഡ് കാർബണിലോട്ടാണ് അറ്റാച്ച് ചെയ്യുന്നത്. സോ ഈ കാർബൺ എന്ന് പറയുന്നത് സെൻട്രൽ കാർബൺ എന്ന് പറയുന്നതായിരിക്കും sp3 ഹൈബ്രിഡൈസ്ഡ് ആയിരിക്കും. ആൽക്കഹോൾസ് എന്താണ് നമുക്ക് മോണോഹൈഡ്രിക് ഡൈഹൈഡ്രിക് പോളിഹൈഡ്രിക് എന്നും പറയാൻ പറ്റും. ഇപ്പൊ നമ്മൾ പ്രൈമറി സെക്കൻഡറി ടെറിഷറി പറഞ്ഞ പോലെ തന്നെ മോണോഹൈഡ്രിക് ഡൈഹൈഡ്രിക് പോളിഹൈഡ്രിക് പറയാൻ പറ്റും. അത് എന്തിനെ ബേസ് ചെയ്തിട്ടാ എത്ര OH ഗ്രൂപ്പ് ഉണ്ടെന്ന് വെച്ചിട്ടാണ്. സോ മോണോഹൈഡ്രിക് ആണെങ്കിൽ എന്താണ് ഒരു OH ഗ്രൂപ്പ്, ഡൈഹൈഡ്രിക് ആണെങ്കിൽ എന്താണ് രണ്ട് OH ഗ്രൂപ്പ്, പോളിഹൈഡ്രിക് അല്ലെങ്കിൽ ട്രൈഹൈഡ്രിക്, പോളി എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടിൽ കൂടുതൽ വരുന്ന എല്ലാം പോളിയാണ്. അപ്പം മൂന്നെണ്ണമാണ് വരുന്നതെങ്കിൽ രണ്ടിൽ കൂടുതൽ മൂന്നെണ്ണം വന്നു കഴിഞ്ഞാൽ ട്രൈഹൈഡ്രിക് എന്ന് പറയാൻ പറ്റും. അഞ്ചെണ്ണെങ്കിൽ നമുക്ക് പെന്റാഹൈഡ്രിക് എന്ന് പറയാം. അപ്പൊ അതേപോലെ തന്നെ എത്ര OH ഗ്രൂപ്പിനനുസരിച്ച് എന്താണ് മോണോഹൈഡ്രിക് ഡൈഹൈഡ്രിക് അങ്ങനെ ഓരോരോ ക്ലാസിഫിക്കേഷൻ ആയിട്ട് നമുക്ക് OH ഗ്രൂപ്പിന്റെ എണ്ണം അനുസരിച്ചിട്ടും പറയാൻ പറ്റും. ഇനി എങ്ങനെയാണ് മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ? നമ്മൾ ഫസ്റ്റ് പഠിക്കുന്ന എപ്പോഴും എന്താണ് പ്രിപ്പറേഷൻ ആണ് അല്ലെ. അപ്പൊ ഫസ്റ്റ് ആസിഡ് കാറ്റലൈസ്ഡ് ഹൈഡ്രേഷൻ ഓഫ് ആൽക്കീൻ. അപ്പൊ ആൽക്കീനുകളെ ആസിഡ് വെച്ചിട്ട് കാറ്റലൈസ് ചെയ്യാം. ഓക്കെ, കാറ്റലൈസ് ചെയ്യുന്ന എന്താണ് റിയാക്ഷന്റെ റേറ്റ് കൂട്ടാൻ വേണ്ടി അല്ലെ. നമ്മൾ ഡൈല്യൂട്ട് H2SO4 എന്താണ് അതിനകത്തുള്ള ഒരു കാറ്റലിസ്റ്റ് ആയിട്ട് കൊടുക്കും. അപ്പൊ ആൽക്കീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഡബിൾ ബോണ്ട് വരുന്ന കോമ്പൗണ്ടുകളാണ് ആൽക്കീൻ. അപ്പൊ അതിന്റെ കൂടെ എന്താണ് നമ്മൾ ഡൈല്യൂട്ട് H2SO4 ആസിഡ് കാറ്റലൈസ് ചെയ്തിട്ട് ഹൈഡ്രേഷൻ, ആസിഡ് കാറ്റലൈസ്ഡ് ഹൈഡ്രേഷൻ. അപ്പൊ ഹൈഡ്രേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് വാട്ടർ ആഡ് ചെയ്യണം അല്ലെ. അപ്പൊ H2O നമ്മൾ ആഡ് ചെയ്യുന്നു. സോ ഒരു ആൽക്കീൻ ഉണ്ട്, നമ്മൾ വാട്ടർ ആഡ് ചെയ്യുന്നു. സോ ഹൈഡ്രേഷൻ. ആസിഡ് ആണ് അവിടെ കാറ്റലിസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. സോ ഡൈല്യൂട്ട് H2SO4. അപ്പൊ ആ പേര് കംപ്ലീറ്റ്ലി നമുക്ക് ഇക്വേഷനകത്ത് പറയാൻ പറ്റില്ല. അപ്പൊ അതിൽ നിന്ന് നമുക്ക് എന്ത് പറയാം, എന്ത് ഉണ്ടാക്കാനായിട്ട് പറ്റും? OH ഗ്രൂപ്പിന്റെ ഡെറിവേറ്റീവ്സ് നമുക്ക് ഇവിടെ അല്ലെങ്കിൽ OH ഗ്രൂപ്പ് ഡെറിവേറ്റീവ്സ് മീൻസ് നമുക്ക് എന്ത് പറയാൻ പറ്റും? ആൽക്കഹോൾസ്. ബേസിക്കലി ആൽക്കഹോൾസ് നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ഹൈഡ്രോബൊറേഷൻ ഓക്സിഡേഷൻ ആണ്. അത് ഒരു സ്പെസിഫിക് നെയിം ആണ്. നമ്മൾ നെയിംഡ് റിയാക്ഷൻ നമുക്ക് പറയാൻ പറ്റില്ല, പക്ഷെ എന്താണ് അതൊരു ഇമ്പോർട്ടന്റ് ഒരു റിയാക്ഷൻ ആണ് ഹൈഡ്രോബൊറേഷൻ ഓക്സിഡേഷൻ എന്ന് പറയുന്നത്. അപ്പൊ അതിനകത്ത് നമ്മൾ B2H6 ആണ് അവിടെ ആഡ് ചെയ്യുന്നത്. അങ്ങനെ നമുക്ക് എന്താണ് H3BO3 അതേപോലെ തന്നെ ആൽക്കഹോൾ പ്ലസ് H3BO3 നമുക്ക് എന്താണ് ഫൈനൽ പ്രോഡക്റ്റ് ആയിട്ട് നമുക്ക് ഹൈഡ്രോബൊറേഷൻ ഓക്സിഡേഷൻ റിയാക്ഷനിൽ കിട്ടും. നെക്സ്റ്റ് കാർബോണിൽ കോമ്പൗണ്ട്സ്, ലൈക് ഫ്രം കാർബോണിൽ കോമ്പൗണ്ട്സ്, അതായത് ഗ്രിഗ്നാർഡ് റിയേജന്റ് നമ്മൾ ഓൾറെഡി നേരത്തെ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. ഗ്രിഗ്നാർഡ് റിയേജന്റ്, ആ ഒരു റിയേജന്റ് ആഡ് ചെയ്തുകൊണ്ട് നമുക്ക് എന്താണ് കാർബോണിൽ കോമ്പൗണ്ടുകളിൽ നിന്ന് നമുക്ക് എന്താണ് ഈ ഒരു ആൽക്കഹോളിനെ നമുക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ട് പറ്റും. സോ RMGBr അതിന്റെ കൂടെ ഡ്രൈ ചെയ്ത് പിന്നെന്താണ് നമുക്ക് ഗ്രിഗ്നാർഡ് റിയേജന്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ലാസ്റ്റിൽ കിട്ടുന്നത് RCHOH RRCHOH പ്ലസ് MgBrOH. അപ്പൊ നമുക്ക് എന്താണ് അതിനകത്ത് നിന്ന് RCHROH എന്ന് പറയുന്ന ആ ഒരു ഗ്രൂപ്പിൽ നമുക്ക് പറയുന്നത് എന്താ, നമുക്ക് അവിടെ ആൽക്കഹോൾസ് നമുക്ക് അവിടെ പ്രിപ്പയർ ചെയ്യാനായിട്ട്. പിന്നെ ഫോർമാൽഡിഹൈഡ് എപ്പോഴും നമുക്ക് എന്താണ് പ്രൈമറി ആൽക്കഹോളും കീറ്റോൺസ് എപ്പോഴും എന്താണ് നമുക്ക് ടെർഷ്യറി ആൽക്കഹോൾ ചേർത്തു. ഫോർമാൽഡിഹൈഡ് എപ്പോഴും നമുക്ക് എന്താണ് പ്രൈമറി ആൽക്കഹോളും കീറ്റോൺസ് എപ്പോഴും എന്താണ് ടെർഷ്യറി ആൽക്കഹോളാണ് തരുന്നത്. അപ്പൊ ഇപ്പൊ നമ്മൾ പഠിച്ചെന്താണ് കാർബോണിൽ കോമ്പൗണ്ടുകളെ ഗ്രിഗ്നാർഡ് റിയേജന്റ് വെച്ചിട്ട് റിയാക്ട് ചെയ്യിപ്പിക്കുന്നു. അങ്ങനെ നമുക്ക് എന്താണ് നമുക്ക് ആൽക്കഹോൾ പ്രിപ്പയർ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ കാർബോണിൽ കോമ്പൗണ്ടുകളെ റെഡ്യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ഉണ്ടാക്കാൻ പറ്റും? ആൽക്കഹോൾസ് ഉണ്ടാക്കാൻ പറ്റും. CrCH2OH നമുക്ക് പ്രിപ്പയർ ചെയ്യാം. കണ്ടോ? അപ്പം അതേപോലെ തന്നെ എന്താണ് NaBH4 കൊടുത്തിട്ട് RHCH2OH ഉണ്ടാക്കാം, RrCHOH ഉണ്ടാക്കാം. അതായത് ഇപ്പൊ നമ്മൾ ഇവിടെ ഉണ്ടാക്കിയതും അങ്ങനെയാണ്, RrCHOH. അതാണ് ഈ കോമ്പൗണ്ട്. ഈ കോമ്പൗണ്ട് തന്നെയാണ് നമുക്ക് സിമിലർലി ഇത് പറയാൻ പറ്റും, RrCHOH. ആ സെയിം ഗ്രൂപ്പ് തന്നെയാണ്. അപ്പൊ അങ്ങനെ നമുക്ക് കാർബോണിക് കോമ്പൗണ്ട്സിന്റെ റിഡക്ഷൻ വഴി ഉണ്ടാക്കാം. അതേപോലെ തന്നെ എസ്റ്റേഴ്സ് നമുക്ക് റെഡ്യൂസ് ചെയ്യാം. LiAlH4 വെച്ചിട്ട് റിയാക്ട് ചെയ്യിപ്പിച്ചിട്ട് അല്ലെങ്കിൽ NaC2H5OH വെച്ച് റിയാക്ട് ചെയ്യിപ്പിച്ചിട്ട് നമുക്ക് എന്താണ് എസ്റ്ററുകൾ റെഡ്യൂസ് ചെയ്യിപ്പിച്ചിട്ട് നമുക്ക് എന്തുണ്ടാക്കാൻ പറ്റും? ആൽക്കഹോൾസ് പ്രിപ്പയർ ചെയ്യാൻ പറ്റും.
അതേപോലെ തന്നെ എസ്റ്ററുകളെ നമുക്ക് റെഡ്യൂസ് ചെയ്യാം, ഹൈഡ്രോളിസിസും ചെയ്യാം. ഓക്കെ, ഹൈഡ്രോളിസിസ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്, H2 ആഡ് ചെയ്യാം, പിന്നെ അതിന്റെ കൂടെ നമ്മൾ എന്താണ് ഒരു ആസിഡും കൂടെ ആഡ് ചെയ്യണം, കോൺസെൻട്രേറ്റഡ് H2SO ഒരു കാറ്റലിസ്റ്റ് ആയിട്ട്. അതിൽ നിന്ന് നമുക്ക് എന്ത് പ്രൊഡ്യൂസ് ചെയ്യാം, ഒരു ആൽക്കഹോൾ പ്രൊഡ്യൂസ് ചെയ്യാം, RCOH നമുക്ക് അവിടെ പ്രൊഡ്യൂസ് ചെയ്യാം. അതേപോലെ തന്നെ എന്താണ് R-OH നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാം. ബിക്കോസ് രണ്ട് എന്താണ് ഹൈഡ്രോ കാർബൺ ഗ്രൂപ്പുകൾ അവിടെ വരുന്നു എന്നുള്ളതാണ് ആറും R-ഉം രണ്ടും തിരിച്ചറിയാൻ വേണ്ടി കൊടുത്തിരിക്കുക. അതേപോലെ തന്നെ ആൽക്കൈൽ ഹാലൈഡ് ആണ് നമ്മൾ ലൈക്ക് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചത്. സോ ആൽക്കൈൽ ഹാലൈഡുകളിലൂടെ നമുക്ക് എന്താണ് ഇപ്പൊ ഒരു KOH അക്വസ് സൊല്യൂഷൻ ഓഫ് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ചേർത്ത് കഴിഞ്ഞാൽ ROH പ്ലസ് KH അങ്ങനെ നമുക്ക് എന്തുണ്ടാക്കാൻ പറ്റും, ഒരു ആൽക്കഹോൾ ഗ്രൂപ്പ് ഉണ്ട്. അതുപോലെ തന്നെ ആസിഡ്സിനെയും അതിന്റെ ഡെറിവേറ്റീവ്സിനെയും റെഡ്യൂസ് ചെയ്യാം. RCOH അതേപോലെ തന്നെ RCOCl എന്താണ് ഒരു ആസിഡ് ഡെറിവേറ്റീവ് ആണ്. RCOH എന്ന് പറയുന്ന ഒരു ആസിഡ് ആണ്. അപ്പം RCOH ആസിഡും അതേപോലെ തന്നെ RCOCl അങ്ങനെ ഒരു ആസിഡ് ഡെറിവേറ്റീവിനെ എന്താണ് നമുക്ക് റെഡ്യൂസ് ചെയ്യിപ്പിക്കാം. റെഡ്യൂസ് മീൻസ് എന്താണ്, നമ്മൾ ഹൈഡ്രജൻ ആഡ് ചെയ്തിട്ട് അതിൽ നിന്ന് നമുക്ക് എന്ത് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും, ആൽക്കഹോൾസ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. RCH2OH രണ്ടിനകത്ത് നമുക്ക് കിട്ടുന്നത് എന്താണ്, RCH2OH ആണ്. അങ്ങനെ നമുക്ക് ആസിഡ്സിനെ പ്രൊഡ്യൂസ് ചെയ്യും. ഇനി സ്ട്രക്ചറൽ ആൻഡ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ആണ്. അപ്പൊ ആൽക്കഹോൾസ് കൂടുതലും എന്താണ് കളർലെസ് ലിക്വിഡ്സ് ആയിരിക്കും. റൂം ടെമ്പറേച്ചറിൽ കളർ ഇല്ലാത്ത ലിക്വിഡ്സ് ആയിരിക്കും മോസ്റ്റ് കോമൺ ആൽക്കഹോൾസ് എന്ന് പറയുന്നത്. മീഥൈൽ ആൽക്കഹോള്, ഇഥൈൽ ആൽക്കഹോള്, ഐസോപ്രോപ്പൈൽ ആൽക്കഹോള് ഇവരൊക്കെ എന്താണ് ഫ്രീ ഫ്ലോയിങ് ലിക്വിഡ്സ് ആണ്. അവർക്ക് എന്താണ് ഒരു ഫ്രൂട്ടിയുടെ ഓർഡർ ആയിരിക്കും, ഫ്രൂട്ടിയുടെ ഒരു സ്മെല്ലായിരിക്കും ഉണ്ടാവുന്നത്. ഫ്രീ ഫ്ലോയിങ് ആയിട്ടുള്ള ലിക്വിഡ്സ് ആയിരിക്കും, കളർലെസ് ആയിരിക്കും. ബോയിലിംഗ് പോയിന്റ് ഓഫ് ആൽക്കഹോൾസ് എന്ന് പറയുന്നത് എന്താണ്, മച്ച് ഹയർ ദാൻ ദോസ് ഓഫ് ആൽക്കെയിൻസ് വിത്ത് സിമിലർ മോളിക്കുലർ വെയിറ്റ്. ഒരു ആൽക്കഹോൾ എടുത്തു കഴിഞ്ഞാൽ ആ ഒരു OH ഗ്രൂപ്പ് മാറ്റിയിട്ട് അതൊരു ആൽക്കെയിൻ ആക്കുകയാണെങ്കിൽ ആ ആൽക്കെയിനേക്കാളിലും എന്താണ് ഭയങ്കര കൂടുതലായിരിക്കും. ആ സിമിലർ ആൽക്കെയിനേക്കാളും OH മാറ്റി പകരം അതൊരു ആൽക്കെയിൻ ആക്കി കഴിഞ്ഞാൽ ആ ആൽക്കെയിനേക്കാളിലും വളരെ കൂടുതലായിരിക്കും എന്തെന്ന് പറയുന്നത് ആൽക്കഹോൾസിന്റെ ബോയിലിംഗ് പോയിന്റ്. സിമിലർ മോളിക്കുലർ വെയിറ്റ് ഉള്ള അപ്പൊ OH ഗ്രൂപ്പ് എടുത്തിട്ട് അത് മാറ്റി സിമിലർ ആയിട്ടുള്ള മോളിക്കുലർ വെയിറ്റ് ഉള്ള ഒരു ആൽക്കെയിൻ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഇതിന്റെയും കൂടെ ബോയിലിംഗ് പോയിന്റ് നോക്കി ഏതിനായിരിക്കും ഭയങ്കര കൂടുതൽ എന്ന് പറയുന്നത്, ആൽക്കഹോൾസിനായിരിക്കും എപ്പോഴും ബോയിലിംഗ് പോയിന്റ് വളരെ കൂടുതൽ. ആൽക്കഹോൾസിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് എപ്പോഴും എന്താണ് വാട്ടറിന്റെ സ്ട്രക്ചറിനോട് സിമിലർ ആണ്. ഒരു ബെൻഡ് ഷേപ്പ് ആണ്, ഒരു വി ഷേപ്പ് പോലെ. നമുക്ക് എന്താണ് എപ്പോഴും രണ്ട് ബോണ്ടും ഇങ്ങനെ വരും, രണ്ട് ലോൺ പെയറും കാണും. അപ്പൊ അങ്ങനെയാണ് എപ്പോഴും വാട്ടർ മോളിക്യൂളിന്റെ സ്ട്രക്ചറിനോട് സിമിലർ ആണ് ആൽക്കഹോൾസിന്റെ ഷേപ്പ് എന്ന് പറയുന്നത്. ഇനി ആൽക്കഹോൾസിന്റെ റിയാക്ഷൻസ് ആണ്. ഫസ്റ്റ് അസിഡിക്കും ബേസിക് ബിഹേവിയർ. സോ ആൽക്കഹോൾസ് എന്താണ് ആസിഡ്സ് ആയിട്ടും ബിഹേവ് ചെയ്യാറുണ്ട്, ബേസിസ് ആയിട്ടും ബിഹേവ് ചെയ്യാറുണ്ട്. അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് രണ്ട് ബിഹേവിയർ അവർ കാണിക്കാറുണ്ട്. പല ഗ്രൂപ്പിൽ ഏത് റിയാക്ഷനിലാണോ അതിനനുസരിച്ചിട്ട് ആസിഡായിട്ടും ബേസ് ആയിട്ടും അവർ റിയാക്ട് ചെയ്യാറുണ്ട്. അപ്പൊ ഒരു വീക്ക്ലി അസിഡിക് ആണ്. അതായത് ഒരു സ്ട്രോങ് ബേസ്, ഒരു ഹൈഡ്രൈഡ് അയൺ H- അയൺ പോലുള്ള ഒരു സ്ട്രോങ് ബേസും ഇൻ സോഡിയം ഹൈഡ്രൈഡ് NaH എന്നൊരു ഗ്രൂപ്പിനകത്ത് വരാണെങ്കിൽ ഇവിടെ എന്താണ് Na+ഉം H- ആണത് അല്ലെ. NaH എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിൽ H എന്താണ് ഒരു നെഗറ്റീവ് അയോൺ ആണ്, അപ്പൊ H- ആണ്. അപ്പം ഒരു അതേപോലെ ഒരു ഹൈഡ്രൈഡ് അയോൺ എന്താണ് ക്യാൻ റിമൂവ് ദ പ്രോട്ടോൺ ഫ്രം ദ ആൽക്കഹോൾ മോളിക്യൂൾ ആൻഡ് ആൻ ആൽക്കോക്സൈഡ് അയോൺ റിസൾട്ട്സ്. അപ്പൊ എന്താണ് അങ്ങനെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഹൈഡ്രൈഡ് അയോൺ വന്നു കഴിഞ്ഞാൽ എന്താണ് അതിന്റെ ഒരു ആൽക്കഹോൾ ഗ്രൂപ്പിനകത്ത് നിന്ന് പ്രോട്ടോണിനെ റിമൂവ് ചെയ്യിപ്പിക്കാനും പറ്റും. അങ്ങനെ എന്താണ് ഒരു ആൽക്കോക്സൈഡ് അയോൺ എന്ന് പറയുന്നത് ഇവിടെ RO നമുക്ക് തന്നിരിക്കുന്ന ഈ ഒരു RO എന്ന് പറയുന്ന ഈ ഒരു മോളിക്യൂളാണ് ആൽക്കോക്സൈഡ് അയോൺ എന്ന് പറയുന്നത്. മോളിക്യൂൾ അല്ല, അതൊരു അയോൺ ആണ്. അപ്പൊ അങ്ങനെ ആ ഒരു അയോണിനെ ആ ഒരു പ്രോട്ടോൺ റിമൂവ് ചെയ്യിപ്പിച്ച ഒരു ആൽക്കോക്സൈഡ് അയോൺ നമുക്ക് തരാനായിട്ട് അങ്ങനെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബേസിന്, ഒരു ഹൈഡ്രൈഡ് അയൺ പോലെയുള്ള ഒരു ബേസിന് സാധിക്കും. സോ അപ്പൊ എന്താണ് ഒരു പ്രോട്ടോണേറ്റഡ് ബേസും നമുക്ക് കിട്ടും, ആൽക്കോക്സൈഡ് അയോണും കിട്ടും. അപ്പൊ ഒരു ആൽക്കഹോളും നമ്മളൊരു ബേസ് ഇതേപോലെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് ഒരു ആൽക്കോക്സൈഡ് അയോൺ നമുക്ക് കിട്ടും. നെക്സ്റ്റ് എന്താണ് നമുക്ക് എഥനോളും ഒരു ബേസും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈഥോക്സൈഡ് അയോൺ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. എഥനോൾ പ്ലസ് ബേസ് എന്താണ് നമുക്ക് ഒരു ഈഥോക്സൈഡ് അയോൺ പ്ലസ് ഒരു പ്രോട്ടോണേറ്റഡ് ബേസ് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ അതിന്റെ എന്താണ് നമുക്ക് റിയാക്ഷൻസ് ഓക്കെ കെയുടെ വാല്യൂ ഒക്കെ എഴുതിയിട്ടുണ്ട് നമ്മൾ PH അല്ലെ പഠിച്ചതാണ്. അപ്പം PK വാല്യൂ -log K ആണ്. അപ്പം എന്താണ് റിയാക്ടൻസ് പ്രോഡക്ട്സ് ബൈ റിയാക്ടന്റ് എഴുതിയാൽ മതി എപ്പോഴും നമുക്ക് K വാല്യൂ എഴുതാൻ. സോ പ്രോഡക്റ്റ് എന്താണ് H3O യും RO യും അല്ലെ. അതിന്റെ മോളാർ കോൺസെൻട്രേഷൻ ആണ് നമ്മൾ എപ്പോഴും ഇങ്ങനെ സ്ക്വയർ ബ്രാക്കറ്റിനകത്തിൽ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പം മോളാർ കോൺസെൻട്രേഷൻ ഓഫ് H3O അയോൺ H2O പ്ലസ് ഇൻറ്റു മോളാർ കോൺസെൻട്രേഷൻ ഓഫ് RO മൈനസ് ബൈ മോളാർ കോൺസെൻട്രേഷൻ ഓഫ് എന്താണ് ROH. ആ H2ന്റെ വാല്യൂ എപ്പോഴും എന്താണ് 1 ആണ്. അപ്പൊ H2O നമുക്ക് എഴുതുന്നുണ്ട്. അതാണ് PK എന്ന് പറയുന്നത്. അപ്പൊ എന്തായിരിക്കും -log K. നെക്സ്റ്റ് എന്താണ് നെക്സ്റ്റ് ഒരു റിയാക്ഷൻ ആണ് ഫോർമേഷൻ ഓഫ് ആൽക്കോക്സൈഡ് എന്ന് പറയുന്നത്. അപ്പം ആൽക്കോക്സൈഡ് ആണ് ഇവിടെ നമുക്ക് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, എഥനോളും സോഡിയം കൂടെ, സോഡിയം മെറ്റൽ ആണ് Na എന്ന് പറയുന്നത്, രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ എന്താണ് സോഡിയം ഈഥോക്സൈഡ് ഒരു ആൽക്കോക്സൈഡ് ആണ്. അതാണ് സോഡിയം ഈഥോക്സൈഡ് നമുക്ക് ഫോം ചെയ്യുന്നത്. പ്ലസ് ½ H2 ഹൈഡ്രജൻ ഗ്യാസും കൂടെ ഫോം ചെയ്യും.
അതേപോലെ തന്നെ ടെർട്ട് ബ്യൂട്ടൈൽ ആൽക്കഹോൾ പൊട്ടാസ്യവും ആൽക്കഹോളും പ്ലസ് പൊട്ടാസ്യം മെറ്റലും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് പൊട്ടാസ്യം ടെർട്ട് ബ്യൂട്ടോ ഓക്സൈഡ് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാം. ഇനി ആൽക്കൈൽ ഹാലൈഡായിട്ട് എങ്ങനെ കൺവേർട്ട് ചെയ്യാം? അതായത് ഒരു ആൽക്കഹോളിനെ ആൽക്കൈൽ ഹാലൈഡായിട്ട് നമുക്ക് മാറ്റാം. സോ 2-മീഥൈൽ പ്രൊപ്പൻ 2-ഓളിനെ നമ്മൾ എന്താണ് കോൺസെൻട്രേറ്റഡ് HCl നല്ല ഹൈ ടെമ്പറേച്ചർ 298 കെൽവിനും കൂടെ കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് എന്താണ് 2-ക്ലോറോ 2-മീഥൈൽ പ്രൊപ്പൈൻ നമുക്ക് അവിടെ എന്താണ് അവിടെ നമുക്ക് അങ്ങനെ പ്രൊപ്പൈൻ ഫോം ചെയ്യിപ്പിക്കാനായിട്ട് വരും. ആൽക്കൈൽ ഹാലൈഡ് ആയിട്ട് മാറ്റാൻ പറ്റും. അപ്പൊ എന്താണ് സെക്കൻഡ് കാർബണയിൽ ക്ലോറിനും ഉണ്ട്, സെക്കൻഡ് കാർബണയിൽ ഒരു മീഥൈനും ഉണ്ട്. അപ്പൊ എന്താണ് നമുക്ക് പ്രൊപ്പനോൾ നമുക്ക് അവിടെ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ അതാണ് ആ ഒരു കോമ്പൗണ്ട് ആയിട്ട് പ്ലസ് വാട്ടർ നമുക്ക് അവിടെ കിട്ടും. അപ്പൊ ആൽക്കൈൽ ഹാലൈഡ് ആയിട്ട് നമ്മൾ ആൽക്കഹോളിനെ മാറ്റി. അടുത്തൊരു ടെസ്റ്റ് ആണ് എന്ന് പറയുന്നത് ലൂക്കസ് ടെസ്റ്റ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു നെയിം ഉള്ളതെല്ലാം എന്താണ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ ലൂക്കസ് ടെസ്റ്റ് എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? ഈസ് യൂസ്ഡ് ടു ഡിഫറൻഷിയേറ്റ് ആൻഡ് കാറ്റഗറൈസ് പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടെർഷ്യറി ആൽക്കഹോൾസ് യൂസിങ് എ സൊല്യൂഷൻ ഓഫ് അൺഹൈഡ്രസ് സിങ്ക് ക്ലോറൈഡ് ഇൻ കോൺസെൻട്രേറ്റഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ്. അപ്പം നമുക്ക് തന്നിരിക്കുന്ന ഒരു ആൽക്കഹോൾ എന്ന് പറയുന്നത് പ്രൈമറി ആണോ സെക്കൻഡറി ആണോ ടെർഷ്യറി ആൽക്കഹോൾ ആണോ എന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്ത് കാറ്റഗറൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ലൂക്കസ് ടെസ്റ്റ് നടത്തുന്നത്. അപ്പം നമ്മൾ എന്ത് യൂസ് ചെയ്തിട്ടാണ് ഒരു അൺഹൈഡ്രസ്, അതായത് വാട്ടറിന്റെ കണ്ടന്റ് ഇല്ലാത്ത ഒരു സിങ്ക് ക്ലോറൈഡ് അതുപോലെ തന്നെ ഒരു കോൺസെൻട്രേറ്റഡ് ഹൈഡ്രോക്ലോറിക് ആസിഡും വെച്ചിട്ടാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഇപ്പൊ ഈഥൈൽ ആൽക്കഹോൾ ആണെങ്കിൽ എന്താണ് ഈ സിംഗിൾ ക്ലോറൈഡും അൺഹൈഡ്രസ് സിംഗിൾ ക്ലോറൈഡും HCl കോൺസെൻട്രേറ്റഡ് HCl കൂടെ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ റിയാക്ട് ചെയ്യുമ്പോൾ എന്താണ് ഒരു റിയാക്ഷനും നടക്കത്തില്ല. സെക് ബ്യൂട്ടൈൽ ആൽക്കഹോൾ ആണെങ്കിലോ നമുക്ക് സെക് ബ്യൂട്ടൈൽ ക്ലോറൈഡ് അവിടെ തരും. ഓക്കെ, അപ്പൊ ഏതാണ് പ്രൈമറി ആണോ ടെർഷ്യറി ആണോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നോക്കുന്നത്. ഇനി ടെർട്ട് ബ്യൂട്ടൈൽ ആൽക്കഹോൾ ആണെങ്കിലോ അത് ടെർട്ട് ബ്യൂട്ടൈൽ ക്ലോറൈഡ് നമുക്ക് തരും. സോ അതിങ്ങനെ എന്താണ് നമുക്ക് ഏതാണ് എന്ന് നമുക്ക് എന്താണ് അവിടുന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും. നെക്സ്റ്റ് ഒരു റിയാക്ഷൻ ആണ് ഫോർമേഷൻ ഓഫ് ആൽക്കീൻസ്. സോ ആൽക്കഹോൾസിനെ ഡീഹൈഡ്രേറ്റ് ചെയ്യിപ്പിച്ചിട്ട് വാട്ടർ റിമൂവ് ചെയ്തിട്ട് നമുക്ക് എന്തുണ്ടാക്കാൻ പറ്റും? ആൽക്കീൻസ്, ഡബിൾ ബോണ്ട് ഉള്ള നമുക്ക് ഹൈഡ്രോ കാർബൺസ് ഉണ്ടാക്കാനായിട്ട് പറ്റും. സോ ഈ റിയാക്ഷൻ എന്താണ് ഒരു അസിഡിക് കാറ്റലൈസ്റ്റ് വേണം. ഒരു കാറ്റലൈസ്റ്റ് നമ്മളിപ്പോ പറഞ്ഞ പോലെ തന്നെ കോൺസെൻട്രേറ്റ് HCl, കോൺസെൻട്രേറ്റ് H2SO4, സൾഫ്യൂരിക് ആസിഡോ HCl എന്തെങ്കിലും ഒരു അസിഡിക് കാറ്റലൈസ്റ്റ് വേണം. അതേപോലെ എന്താണ് ഹൈ ടെമ്പറേച്ചറും വേണം. എന്നാൽ മാത്രമേ നമുക്ക് എന്തുണ്ടാക്കാൻ പറ്റൂ? ആൽക്കീനുകൾ ഉണ്ടാക്കാൻ പറ്റും. അപ്പം ഈസ് ഓഫ് ഡീഹൈഡ്രേഷൻ ഫോളോസ് ദ ഫോളോയിങ് ഓർഡർ. അതായത് എപ്പോഴും എന്താണ് ഈസ് ഓഫ് ഡീഹൈഡ്രേഷൻ എപ്പോഴും ഏറ്റവും കൂടുതൽ ആർക്കായിരിക്കും? ടെർഷ്യറി ആൽക്കഹോളിനായിരിക്കും. പിന്നെ സെക്കൻഡറി ആൽക്കഹോളിലും പിന്നെ ഏറ്റവും കുറവായിരിക്കും പ്രൈമറി ആൽക്കഹോളിനായിരിക്കും. ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത് ഡീഹൈഡ്രേഷൻ ഈസി ആയിട്ട് ഡീഹൈഡ്രേറ്റ് ചെയ്യാൻ ഉള്ള ഓർഡർ എന്ന് പറയുന്നത്. അപ്പൊ ഏറ്റവും ഈസി ആർക്കായിരിക്കും? നമുക്ക് അവിടെ ടെർഷ്യറി ആൽക്കഹോൾസിനായിരിക്കും ഏറ്റവും ഈസി ആയിട്ട് നമുക്ക് ഡീഹൈഡ്രേറ്റ് ചെയ്യാൻ പറ്റും. സോ ഡീഹൈഡ്രേറ്റ് ചെയ്തിട്ട് നമുക്ക് എന്താണ് ഈഥേഴ്സ് ഫോം ചെയ്യാൻ പറ്റും. സോ എഥനോളിനെ നമ്മളിപ്പോ എന്താണ് H2SO4 രണ്ട് ടെമ്പറേച്ചറിൽ 435 കെൽവിൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈഥീനും 413 അതിന് കുറച്ച് ടെമ്പറേച്ചർ കെൽവിൻ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈഥറും ഫോം ചെയ്യാം. സോ ഈഥീനും ഫോം ചെയ്യും, അതേപോലെ എന്താണ് ഈഥറും നമുക്ക് ഫോം ചെയ്യിപ്പിക്കാൻ പറ്റും. അങ്ങനെ ഡീഹൈഡ്രേറ്റ് ചെയ്യിപ്പിച്ച് നമുക്ക് എന്താണ് ഈഥീനും ഈഥറും നമുക്ക് ഫോം ചെയ്യിപ്പിക്കാൻ പറ്റും. അതേപോലെ തന്നെ വേറൊരു റിയാക്ഷൻ ആണ് ഓക്സിഡേഷൻ എന്ന് പറയുന്നത്. സോ പ്രൊപ്പൈൻ 1-ഓൾ എന്ന് പറയുന്നതിനകത്ത് നമുക്ക് നമ്മൾ ആ ഒരു K2Cr2O7 H2SO4 എന്ന് പറയുന്ന കോമ്പൗണ്ടും വാട്ടറും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രൊപ്പനോൾ ഉണ്ടാക്കാൻ പറ്റും. അത് വീണ്ടും നമ്മൾ ഓക്സിഡേഷൻ ചെയ്ത് കഴിഞ്ഞാൽ പ്രൊപ്പനോയിക് ആസിഡ് നമുക്ക് ഉണ്ടാക്കാം. അതുപോലെ നമുക്ക് എന്താണ് എസ്റ്റേഴ്സും പ്രൊഡ്യൂസ് ചെയ്യാം. എഥനോയിക് ആസിഡും എഥനോളും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ഈഥൈൽ എഥനോയിറ്റും വാട്ടറും നമുക്ക് പ്രിപ്പയർ ചെയ്യാം.